ഹായ് ഫ്രണ്ട്സ്, TCS ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർട്ടിഗേറ്റ് ഫയർവാൾ എങ്ങനെയാണ് CLA വഴി കോൺഫിഗറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പോർട്ട് എങ്ങനെ CLA വഴി കോൺഫിഗറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അഡ്മിൻ ആക്സസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, IP അഡ്രസ്സ് എങ്ങനെ അസൈൻ ചെയ്യാം, സ്റ്റാറ്റിക് മോഡാണോ DHCP ആണോ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹാർഡ്വെയർ ഫയർവാൾ അല്ല, സോഫ്റ്റ്വെയർ ഫയർവാളാണ്. ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ ഫയർവാൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് VMwareനകത്താണ്. ഓക്കെ, അപ്പോൾ VMware എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ആദ്യം തന്നെ നമുക്ക് ഫയർവാളിൻ്റെ CLA ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫയർവാൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫിഗറേഷൻ മോഡിലോട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കോൺഫിഗ് സിസ്റ്റം ഇൻ്റർഫേസ്. ഓക്കെ, ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഏത് പോർട്ടാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള കമാൻഡ് എന്ന് പറയുന്നത് എഡിറ്റാണ്. എഡിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് പോർട്ടാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പോർട്ട് നമ്പർ അടിക്കുക, എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ പോർട്ടിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് സെറ്റ് എന്നുള്ള കമാൻഡ് അടിക്കുക. അതിന് ശേഷം മോഡ്, ഞാൻ അതിൻ്റെ മോഡ് സ്റ്റാറ്റിക് മോഡിലോട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മോഡ് സ്റ്റാറ്റിക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ IP അഡ്രസ്സാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം സെറ്റ് IP, അതിന് ശേഷം നമ്മൾ IP അഡ്രസ്സ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളുടെ IP സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിന് അഡ്മിൻ ആക്സസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അതിന് സെറ്റ് അലോ ആക്സസ്, നമുക്ക് ഏതൊക്കെ സർവീസസ് ആണ് ഈ ഒരു ഇൻ്റർഫേസിൽ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ നമുക്ക് ഇവിടെ ആക്സസ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പിങ് കൊടുത്തു, അതിനുശേഷം HTTPS പ്രൊവൈഡ് ചെയ്തു, അതിനുശേഷം SSH. ഈ 3 സർവീസസാണ് ഞാൻ അഡ്മിൻ പ്രിവിലേജ് ആയിട്ട് ഇതിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം കോൺഫിഗറേഷൻ കംപ്ലീറ്റഡ് ആകാൻ വേണ്ടി എൻഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ പോർട്ടലിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി വെബിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കോൺഫിഗറേഷൻ സേവ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ പോർട്ട് രണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ഓക്കെ, അല്ല, നമ്മൾ കൊടുത്ത IP അഡ്രസ്സ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാറ്റിക് മോഡ് കൊടുത്തുകൊണ്ടാണ് മാനുവലിലോട്ട് വന്നത്. പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്സസ് എന്ന് പറയുന്നത് HTTPS, പിങ് ആൻഡ് SSH. ഈ 3 സർവീസസാണ് അഡ്മിൻ ആക്സസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ആ 3ഉം ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫോർട്ടിഗേറ്റ് ഫയർവാളിൻ്റെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ പോർട്ട് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. TCS ടെക് ഓൺലൈൻ ഓഫ്ലൈൻ ടെക്നിക്കൽ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, മെയിൽ അയക്കാം. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോൺഫിഗറേഷൻ സപ്പോർട്ട് ലൈക്ക് ഫയർവാൾ, സ്വിച്ചസ്, സെർവേഴ്സ്, ഏത് തരത്തിലുള്ള ഡിവൈസും നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ കേരള ലെവൽ CCTV ആൻഡ് IT ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റാളേഷൻ ആൻഡ് റീഡിസൈനിങ് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സീസണിന് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.